അപ്പോൾ വിജിലൻസ് SP ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് ശരിക്കും ഒരു ബ്രോക്കർ അല്ലെങ്കിൽ ഇടനിലക്കാരൻ, നമ്മൾ ഇപ്പോൾ ദല്ലാളെന്നൊക്കെ പറഞ്ഞാൽ വലിയ ഡിമാൻഡ് കൂടിയൊരു പദമാണ്. ഓക്കെ, അതിൻ്റെ ഒരു ആവശ്യം എന്താണ് ശരിക്കും? ഈ ഒരു കാലഘട്ടത്തില് ഡിജിറ്റൽ യുഗത്തില് ഒരു കാരണവശാലും ഇടനിലക്കാരുടെ ആവശ്യമില്ല. എന്നാലും ഇതൊക്കെ ആണെങ്കിൽ പോലും ഇന്നും പല ഡിപ്പാർട്ട്മെന്റുകളിൽ ഈ ഇടനിലക്കാരുണ്ട്. അതുവഴി അഴിമതി സമൂഹത്തിൽ വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പോലെ പലയിടങ്ങളിലും ഒരുപാട് ഇടനിലക്കാരുണ്ട്, ബ്രോക്കേഴ്സ് ഉണ്ട്. ഇടനിലക്കാരുണ്ട്. അവരെയൊക്കെ പിടിക്കാൻ പറ്റുമോ അമ്മയുടെ കാലത്ത്? കോഴിക്കോട് നിന്ന് ഞങ്ങള് ഒരു കടയിൽ നിന്ന്, അതായത് ഒരു ടെസ്റ്റിംഗ് ഗ്രൗണ്ടിന്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് ഏതാണ്ട് 100ഓളം വരുന്ന RC ബുക്ക്, അതുപോലെ ലൈസൻസ്, പെർമിറ്റ്, ഇവയൊക്കെ അതിന്റെ ഇടയ്ക്കെല്ലാം പൈസ വെച്ചിട്ട് പിടിച്ചായിരുന്നു. അത് ശരിയായി. അപ്പൊ അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ ഈ പുതിയ കാലത്തിൽ അത് ആവശ്യമില്ല, വേണ്ട എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ആണല്ലേ? സ്ട്രോങ് അഭിപ്രായം. അതെ അതെ. ഓക്കെ, അപ്പോ താങ്കൾക്ക് എന്താ തോന്നുന്നത്? ഇടനിലക്കാരില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത വിധത്തില് നമ്മുടെ സാമൂഹ്യ ജീവിതം മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇതില് നമ്മൾ അധികമായാൽ അമൃതും വിഷം എന്നുള്ളതാണ് പ്രശ്നം. അപ്പോ ഇടനിലക്കാർ അത്യാവശ്യമായ മേഖലകൾ അവരായിട്ട് സൃഷ്ടിച്ചിട്ടുള്ള ആ മേഖലകളിലേക്ക് ഒരു ഡിജിറ്റലൈസേഷനും ചെന്ന് പെടാൻ സാധിക്കാത്ത വിധത്തില് അവിടെ അവർ പിടിമുറുക്കി കഴിഞ്ഞു. ഇപ്പോ അതായത് നമുക്ക് പരോപകാര അവയവദാനം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പരിപാടിയുണ്ട്. ആ പരോപകാര അവയവദാനത്തിന് ഈ ഇടനിലക്കാരെ ആശ്രയിക്കാതെ നമുക്ക് യാതൊരു വഴിയുമില്ല. ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ സംവിധാനമായ കേസോട്ടോ നിശ്ചലമായിട്ട് നിൽക്കുകയും, അതായത് ഒരു വർഷത്തിൽ ഏകദേശം 12-14 ബ്രെയിൻ ഡെത്ത് നടന്നിട്ട് ഇത്തരത്തിലുള്ള അവയവം കിട്ടുകയും ചെയ്യുന്ന സാഹചര്യത്തില് 2200-2300 ഓപ്പറേഷൻ നടക്കുന്ന നമ്മുടെ നാട്ടില് ഇപ്പൊ ഞാൻ വിക്ടിമാണ്. എന്റെ സഹോദരിയുടെ മകൻ ഒരു കിഡ്നിക്ക് വേണ്ടിയിട്ട് 3-4 ഇടനിലക്കാരെ ഈ കൈകൊണ്ട് കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എന്നെ പോലെ ഇടനിലക്കാരെ ആരാ വളർത്തുന്നത്? വളർത്താണ്ട് എന്താ സാറേ ചെയ്യുക? അവന്റെ ജീവൻ പൊക്കോട്ടെ എന്ന് വിചാരിക്കുക. അത് നമ്മുടെ ഒരു ബന്ധുവിനെ അല്ലെങ്കിൽ സാറിന്റെ ആർക്കെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് ഞമ്മൽ എന്റെ സഹോദരിയുടെ മകനാണ്, 40 വയസ്സായിട്ടേ ഉള്ളൂ. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ താങ്കളാണെങ്കിലും നാളെ ചെയ്യുന്ന ഒരു ജീവൻ രക്ഷിക്കാനാണ്, അല്ലാതെ മൃതസഞ്ജീവനിയിൽ കാത്തിരുന്നിട്ട് 5 വർഷമായി കിട്ടുന്നില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തില് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പോ എന്നെ ഇടനിലക്കാരനാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ വില്ലേജ് ഓഫീസേഴ്സ് അസോസിയേഷൻ ശ്രമിച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞ കേരളം നാളെ ഞെട്ടും. 2020 എൻ്റെ പൊതുപ്രവർത്തനത്തിനെ പറ്റിയിട്ട് ഒരു മാധ്യമത്തിൽ, ഒരു ഡെയിലി ദിനപത്രത്തിൽ ഒരു ലേഖനം വന്നു ഒരു ഞായറാഴ്ച. പിറ്റേ ദിവസം വില്ലേജ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് താങ്കളെ ഒന്ന് കാണണം. വന്നോളാൻ പറഞ്ഞു. വന്നു. ഒരു 5 പേരുണ്ടായിരുന്നു. അവരുടെ ആവശ്യം എന്തായിരുന്നു എന്നറിയുമോ സാർ? കേട്ടാൽ ഞെട്ടിപ്പോവും. അതായത് ഇന്ന് അക്ഷയ വഴി ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കിട്ടുന്ന എല്ലാ സേവനങ്ങളും നിർത്തിവെക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഹൈക്കോടതിയിൽ ഒരു പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്യണം. കാരണം അതിൽ വില്ലേജ് ഓഫീസർമാരുടെ സീലും ഒപ്പുമില്ലാത്തതിന് വെലിഡിറ്റി ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്യണം. ഞാൻ 10-14 പൊതുതാൽപര്യ ഹർജി നടത്തിയിട്ടുള്ള വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് കോടതിയിൽ നിന്ന് കിട്ടാവുന്ന ഓതന്റിസിറ്റി വസൂല് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ പൊതുജനങ്ങൾ ഈ വില്ലേജ് ഓഫീസർമാരുടെ കാക്കിലേക്ക് നിത്യവും വന്നുകൊണ്ട് അവരായി പുറത്ത് ഏർപ്പാട് ചെയ്തിട്ടുള്ള ബ്രോക്കർമാർ വഴി കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അവരെന്നെ കരുവാക്കാൻ ശ്രമിച്ചിരുന്നു. ഞാനത് ആ അപകടം മനസ്സിലാക്കിയിട്ട് ഞാൻ ചോദിച്ചു, ഈ അക്ഷയ സെന്ററിൽ നിന്ന് കിട്ടുന്ന ഈ മറ്റേ സർട്ടിഫിക്കറ്റുകൾക്ക് എവിടെയാണ് ഓതന്റിസിറ്റി ഇല്ലാതെ വന്നിരിക്കുന്നത്? എന്നാലല്ലേ ഇപ്പം നമുക്ക് കോടതിയിൽ പോകേണ്ട ആവശ്യമുള്ളൂ. അത്തരത്തിലൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ തിരിച്ചയച്ചുവെങ്കിലും ഇതാണ് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മാനദണ്ഡം എന്ന നിലയ്ക്ക് ഇടനിലക്കാരില്ലാതെ നമുക്ക് എങ്ങനെയാണ് മുൻപോട്ട് പോകാൻ സാധിക്കുക? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.